ന്യൂസിലൻഡുമായിട്ടുള്ള വൺ ഡേ സീരീസ് വരാനിരിക്കെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നിലവിൽ ഇതുവരെയും ഇന്ത്യൻ സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ടില്ല. ഓൾറെഡി ന്യൂസിലൻഡ് വൺ ഡേ സീരീസും T20 സീരീസിനുള്ള ടീമെല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ എന്തായാലും ഇന്ത്യൻ സ്ക്വാഡിനെ അനൗൺസ് ചെയ്യും. നിലവിൽ എന്തായാലും സൗത്ത് ആഫ്രിക്കയുമായിട്ട് കഴിഞ്ഞ വൺ ഡേ സീരീസിലെ സ്ക്വാഡിൽ നിന്ന് 4 പേരെ ഒഴിവാക്കിയിട്ട് അവർക്ക് പകരം പുതിയ പ്ലേയേഴ്സിനെ ഇംപ്ലേസ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ആള് ധ്രുവ് ജുറലാണ് കേട്ടോ. ധ്രുവ് ജുറലിനെ ഇന്ത്യൻ സ്ക്വാഡിൽ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ കൊണ്ടുവന്നത് 3ാമത് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. രാഹുലും ഉണ്ടായിരുന്നു, പന്തും ഉണ്ടായിരുന്നു കേട്ടോ ധ്രുവ് ജുറലിനെ കൂടാതെ. അപ്പോൾ ഈ ഒരു ധ്രുവ് ജുറലിനെ ഒഴിവാക്കിയിട്ട് ആ ഒരു പ്ലേസിലേക്ക് ഇഷാൻ കിഷാനെ കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ. അത് മാത്രമല്ല, ഇപ്പോൾ വിജയ് ഹസാര ട്രോഫിയിലാണെങ്കിൽ തന്നെ, ഷഹീദ് മുസ്താഖ് അലി ട്രോഫിയിലാണെങ്കിൽ തന്നെ ഇഷാൻ കിഷാൻ അത്യാവശ്യം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജയ് ഹസാര ട്രോഫിയിലാണെങ്കിൽ തന്നെ വൺ ഡേ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റനും കൂടിയായ ഇഷാൻ കിഷാന് അതിൽ ഓപ്പണിംഗ് ഇറങ്ങാതെ 6ാമത് പൊസിഷനിൽ ഇറങ്ങിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലൊരു സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും ആ ഒരു 6ാമത് പൊസിഷനിൽ ഇറങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, 6ാമത് പൊസിഷനിൽ പോലും ഇഷാൻ കിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കേട്ടോ, കഴിഞ്ഞ ദിവസം 39 ബാളിൽ 125 റണ്ണാണ് കേട്ടോ 6ാമത് പൊസിഷനിൽ ഇറങ്ങിയിട്ട് അടിച്ചു കൂട്ടിയത്. അതിൽ 14 6ഉം 7 4 അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിഡിൽ ഓർഡറിൻ്റെ സ്ട്രെങ്ത് അത്രയും കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലെയർ കൂടിയാണ് കേട്ടോ ഇഷാൻ കിഷൻ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വൺ ഡേ സീരീസ് വരുമ്പോൾ എന്തായാലും ആ ഒരു ഓപ്ഷൻ എന്തായാലും ഈ ഇഷാൻ കിഷാന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നുള്ള കാര്യം കൺഫേം ആണ്. അടുത്തതായിട്ട് ഒഴിവാക്കുന്നത് ബോളർ കൂടിയായ പ്രസീദ് കൃഷ്ണയാണ് കേട്ടോ. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അത്യാവശ്യം ഒരുപാട് ചാൻസ് കൊടുത്തൊരു പ്ലെയർ കൂടിയാണ് കേട്ടോ പ്രസീദ് കൃഷ്ണ. പക്ഷെ ഒട്ടും അദ്ദേഹത്തിന് ഫോം ആകാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യാനോ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, പ്രസീദ് കൃഷ്ണയ്ക്ക് അടുത്ത ചാൻസ് പോകാനുള്ള കാരണം മെയിനായിട്ടും ബുംറ തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും ഒരു ബോളറിനെ ഇൻപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മറ്റുള്ളവരെല്ലാം നിൽക്കുന്ന സമയത്ത് ഫോം ഔട്ടായിട്ട് നിൽക്കുന്നത് പ്രസീദ് കൃഷ്ണ ആയതുകൊണ്ട് തന്നെ പ്രസീദ് കൃഷ്ണനെ ഒഴിവാക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, ബുംറനെ എന്തായാലും അത്യാവശ്യം നല്ല ഫിറ്റ്നസ്സിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാവുന്നത് കൊണ്ട് എന്തായാലും T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കളിയിൽ ഒഴിവാക്കി വെക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് എന്തായാലും റെസ്റ്റ് കൊടുക്കാതെ മാക്സിമം എല്ലാ കളിയിലും ബോൾ ചെയ്യിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു പ്ലെയർ ആരാണെന്ന് പറഞ്ഞാൽ ഹർഷിത് റാണയാണ് കേട്ടോ. ഹർഷിത് റാണ ഗംഭീറിൻ്റെ പെറ്റ് കൂടിയായതുകൊണ്ട് തന്നെ മിക്കവാറും ഒഴിവാക്കാൻ ചാൻസ് ഇല്ല എന്നെല്ലാം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇപ്പം നിലവിൽ ഹർദിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹർദിക്കിനെ പോലെ ഇന്ത്യയിൽ വേറൊരു ഓൾറൗണ്ടറിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഹർഷിത് റാണനെ അത്യാവശ്യം ഓൾറൗണ്ടർ എന്നുള്ള നിലയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹർഷിദിനെ മാക്സിമം മുൻപിലോട്ട് കയറ്റിയിട്ട് ബാറ്റ് ചെയ്യിപ്പിക്കുകയും അതേപോലെ തന്നെ ചാൻസ് കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ ഹർദിക്ക് വരുന്ന സമയത്ത് ഹർദിക്കിനൊരു ഇൻപ്ലേസ് അല്ലെങ്കിൽ ഹർദിക്കിന് പകരം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഹർദിക്കിനെ പോലെയുള്ള ഒരു അത്രയും അഗ്രഷനുള്ള ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള ടീമിലോ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ രണ്ട് വശത്തും ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഇപ്പം നിലവിൽ ഹർദിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹർഷിത് റാണയ്ക്ക് പകരം ഹർദിക് പാണ്ഡ്യ ടീമിൽ വരുമെന്നുള്ളത് 100% ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 4ാമത് പുറത്തു പോകുന്ന ആളാരാണെന്ന് പറഞ്ഞാൽ ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ ലാസ്റ്റ് വൺ ഡേ മാച്ചിൽ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അദ്ദേഹം ആ പരിക്ക് കാരണമാണ് ടീമിൽ നിന്നും മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു പരിക്ക് പരിപൂർണമായിട്ട് മാറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ പരിക്കിലിരിക്കെ എന്തായാലും അടുത്ത സീരീസിൽ ടീമിൽ എടുക്കാനുള്ള ചാൻസ് ഇല്ല. ടീമിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആരാവും എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. നിലവിൽ ലാസ്റ്റ് മാച്ചിൽ രാഹുലായിരുന്നു ടീം ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. രാഹുലിനെ തന്നെ ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. എന്തായാലും വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിനെ മുൻനിർത്തിയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന വൺ ഡേ മാച്ച് ഉൾപ്പെടെ എന്തായാലും ഇന്ത്യ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആ T20 സ്ക്വാഡിനെ എന്തായാലും വലിയ രീതിയിൽ തഴയാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഓരോ വൺ ഡേ മാച്ചാണെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് ഉൾപ്പെടെ എന്തായാലും പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.